പ്ലസ് വണ്ണിലേക്ക് കടന്ന എല്ലാ കുട്ടികൾക്കും ഞാൻ ഒരു 1 month സ്റ്റഡി ചാലഞ്ച് തരാൻ പോവാണ്. ഇതിനു മുമ്പ് ഒരു 2 month സ്റ്റഡി ചാലഞ്ച് തന്നിട്ടുണ്ട്. അത് ഫോളോ ചെയ്യുന്നവർ അതന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഇതുവരെ പഠിച്ച് തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി ചാലഞ്ചാണ്. ഫസ്റ്റ് തന്നെ മക്കളെ മനസ്സിലാക്കണം, പഠിച്ചു തുടങ്ങാനുള്ള സമയം എന്നോ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും നിങ്ങൾ തുടങ്ങാൻ തീരുമാനിക്കണം. സ്കൂൾ തുടങ്ങുന്നതോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റും പരിപാടികളൊക്കെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ സിലബസ് നിങ്ങളുടെ ഓണം എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് തീർക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് സത്യം. കേൾക്കുമ്പോൾ ഞാൻ പേടിപ്പിക്കുന്ന പോലെ തോന്നും. പേടിപ്പിക്കുകയല്ല, റിയാലിറ്റി പറഞ്ഞു തരികയാണ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ പേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് സത്യം. ഓക്കെ, ഇതാണ് പ്ലസ് 1 പ്ലസ് 2 സത്യം. സത്യപോലെ ഞാൻ പറയുകയാണ്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് വേണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണെങ്കിലും ഇനി പഠിച്ചു തുടങ്ങാൻ റെഡിയായ കുട്ടികൾക്ക് ഇനിയുള്ള ജൂൺ മാസത്തേക്ക് ഒരു സിമ്പിൾ ചലഞ്ചാണ് ഞാൻ തരാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചലഞ്ചാണ്. ചലഞ്ച് വളരെ സിമ്പിളാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. ഓരോ സബ്ജക്റ്റിലും ഞാൻ നിങ്ങൾ ഈ ഒരു മാസം തീർക്കേണ്ട ചാപ്റ്റേഴ്സിന് ലിസ്റ്റ് തരും. അത് ഇത്രയും ചാപ്റ്റേഴ്സ് ഇല്ല, ഇതിൽ വൈറ്റിൽ കാണുന്ന ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓരോന്നിൻ്റെ ഞാൻ തരുന്നതായിരിക്കും. വളരെ സിമ്പിളാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന നേരെ ഫിസിക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഫിസിക്സിൽ നിങ്ങൾ ഈ ജൂൺ മാസത്തിൽ 2 ചാപ്റ്റേഴ്സ് നിങ്ങൾ തീർത്താൽ മതി. ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സും മോഷൻ സ്ട്രേറ്റ് ലൈനും നിങ്ങൾ തീർത്താൽ മതി. വേറെ ഒന്നും നിങ്ങൾ തീർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്ലസ് 1 അഗ്നി ബാച്ചിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എന്ന് തീർക്കുന്ന ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് നമ്മൾ ഓൾറെഡി തീർത്തിട്ടുണ്ട്. മോഷൻ സ്ട്രേറ്റ് ലൈൻ നമ്മൾ ജൂൺ 1st വീക്കിൽ തീർക്കും. അതായത് ഓൾറെഡി ഇതിന്റെ ഒരു പാർട്ട് നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് യൂട്യൂബിൽ പബ്ലിക്കായിട്ടായിരുന്നു എടുത്തത്. രണ്ടാമത്തെ പാർട്ട് നമ്മുടെ ബാച്ചിലായിരിക്കും കൊടുക്കുക. അത് ജൂൺ 1st ഞാൻ തന്നെ വന്ന് എടുത്ത് നമ്മൾ തീർക്കുന്നതായിരിക്കും. മോഷണ പ്ലെയിന് നമ്മുടെ ബാച്ചിൽ തീർക്കുക ജൂൺ 3rd വീക്കിലാണ്. ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്തതാണ് മോഷണ പ്ലെയിൻ കൂടി തീരും. പക്ഷേ ഇപ്പം നിങ്ങൾ പഠിച്ചു കൊടുക്കുന്ന കുട്ടിയാണ്, നിങ്ങൾ ഇത് തീർക്കേണ്ട. ഇത് രണ്ടും വേണ്ട, നിങ്ങൾ ഇത് രണ്ടും മാത്രം മതി. വൈറ്റ് കൊടുത്ത് 2 ചാപ്റ്റർ തീർത്താൽ അത് വേറെ ലെവൽ അച്ചീവ്മെന്റ് ആയിരിക്കും. ഓക്കെ, അതുപോലെ നിങ്ങൾ കെമിസ്ട്രിയിലാണെങ്കിൽ ഈ 2 ചാപ്റ്ററാണ് തീർക്കേണ്ടത്. ബാച്ചിൽ നമ്മൾ ഇത്രയും ചാപ്റ്റേഴ്സ് തീർക്കുന്നതായിരിക്കും ജൂലൈ 1st വീക്ക് കൂടെ. അത് ജസ്റ്റ് കൊടുത്തുന്നേ ഉള്ളൂ, ബാച്ചിൽ ഓൾറെഡി പഠിക്കുന്നവർക്ക് മനസ്സിലാകാൻ. ഓക്കെ, ബയോളജിയിലാണെങ്കിൽ ഈ 2 ചാപ്റ്റർ മാത്രം നിങ്ങൾ തീർത്താൽ മതി. ബോട്ടണിയിൽ സുവോളജിയിലും 2 ചാപ്റ്റർ. ഇനി ഇതൊക്കെ പറയുമ്പോൾ ഇതിനൊരു ലോജിക് ഉണ്ടെന്ന കാര്യം മനസ്സിലാക്കുക. കാരണം ജൂണിൽ ഇത്രയും തീർത്താലേ ജൂലൈയിൽ ബാക്കി തീർത്ത് നിങ്ങൾക്ക് ഓണം എക്സാമിന് സിലബസ് തീർക്കണ്ടേ. ഓണം എക്സാം വരില്ല അത് കഴിഞ്ഞിട്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. മാത്സിൽ നിങ്ങൾ 3 ചാപ്റ്റേഴ്സ് ആണ് തീർക്കേണ്ടത് ഈ ഒരു ജൂൺ മാസം. ഇറ്റ് ഈസ് പോസിബിൾ. കാരണം ഈ 3 ചാപ്റ്റേഴ്സും അതുപോലെ ഓരോ സബ്ജക്റ്റും ഞാൻ പറഞ്ഞതൊക്കെ ആദ്യത്തെ ചാപ്റ്റേഴ്സ് ഭയങ്കര ഈസിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല ഇങ്ങനെ തീർക്കാൻ വേണ്ടിയിട്ടൊന്നും. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസിൽ ഇത്രയും ചാപ്റ്റർ, ഈ 2 ചാപ്റ്ററാണ് തീർക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സ്റ്റഡി ചാലഞ്ച് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ സാർ ചാലഞ്ച് അക്സെപ്റ്റഡ് എന്ന് പറയുക. എന്നിട്ട് ഇത് നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ, ഓൾറെഡി ബാച്ചിൽ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത കുട്ടികളാണെങ്കിലും ഇത്രയെങ്കിലും നിങ്ങൾ ജൂണിൽ തീർത്താൽ അത് വേറെ ലെവൽ അച്ചീവ്മെന്റ് ആയിരിക്കും. അത് നിങ്ങളുടെ ഓണം എക്സാമിനും അതുവഴി നിങ്ങളുടെ മൊത്തം പ്ലസ് 1 പഠനത്തിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റഡി ചാലഞ്ചിൽ പഠിക്കാൻ നിങ്ങൾ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. എന്നിട്ട് ഇന്ന് മുതൽ തന്നെ പഠിച്ചു കൊടുക്കുക. എവിടുന്ന് പഠിക്കും ഒന്നും ആലോചിക്കാനല്ല. അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുത്തവർ അവിടെ നിന്ന് തന്നെ പഠിക്കുക. ലൈവ് ക്ലാസ് ഓൾറെഡി എടുത്തു വെച്ചത് നിങ്ങൾ ലൈവായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. ഇല്ലെങ്കിൽ അത് കാണുക. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ലൈവായിട്ട് വന്ന് ശരിക്കും ലൈവ് കാണാം. മറ്റേതിൻ്റെ റെക്കോർഡിംഗ് എടുത്ത് വെച്ച് കാണാം. അടിപൊളിയായിട്ട് പഠിച്ച് തീർക്കുക. ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്തതിനെ പറ്റി നല്ല സീരിയസ് ആയിട്ട് ആലോചിക്കുക. ജോയിൻ ചെയ്യുന്നത് പിന്നീടത്തേക്ക് മാറ്റി വെക്കരുത് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ. കാരണം അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ വെറുതെ കഷ്ടപ്പെട്ട് കുറേ റെക്കോർഡിങ്സ് കംപ്ലീറ്റ് കണ്ട് തീർക്കേണ്ടി വരും. ബാക്ക്ലോഗ് കണ്ട് തീർക്കേണ്ടി വരും. നിങ്ങൾക്ക് വലിയ തലവേദനയായിരിക്കും. ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ താഴെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക, പഠിച്ച് തുടങ്ങുക. അത്രേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ചാലഞ്ച് കഴിഞ്ഞിട്ട് ജൂൺ കഴിയുമ്പോൾ കാണാം. ബൈ ബൈ.